സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B ആഘോഷമാക്കുകയാണ് ടൂറിസം വകുപ്പും ട്രോളന്മാരും. കേരള ടൂറിസത്തിന്റെ സമൂഹ മാധ്യമ പേജുകളിലും ഇന്നലെ F-35B ലാൻഡ് ചെയ്തു. ഏകദേശം 1000 കോടി രൂപയ്ക്കടുത്ത് വിലയുണ്ട്. റഡാറിൽ പതിയാതെ പറക്കാൻ കഴിയുന്ന അത്യാധുനിക വിമാനമെന്ന വാഴ്ത്തുണ്ട്. ശ്രീരാമചന്ദ്രനാണ് ചിത്രം. വനവാസത്തിന് പോകുന്ന ശ്രീരാമൻ. സാറിന് തലകാലം കഴിഞ്ഞു. ചക്രവർത്തിയാകാനുള്ള യോഗം ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? കേരളത്തിൽ ലാൻഡ് ചെയ്തതോടെ ലോകത്ത് മറ്റൊരു 5ാം തലമുറ യുദ്ധവിമാനത്തിനും നേരിടേണ്ടി വരാത്ത ട്രോളും ചുമന്ന് കിടക്കുകയാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B. ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയേണ്ട സമയമല്ലത്. എന്റെ ഉള്ളിൽ തീയാണ്. അതുപോലെ കൈ കിട്ടത് വായിലെത്തില്ല. ഇനി 14 കൊല്ലം പഴയ ജോലി ചെയ്യണം. യോഗ അതാ കാണുന്നു. മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരേ കിടപ്പ്. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന് ഈ അവസ്ഥയിൽ ആദ്യം ഏതോ ഒരു ബിരുദൻ F-35B എടുത്ത് OLX-ൽ ഇട്ടെന്നൊരു പ്രചാരണമെത്തി. പക്ഷെ പിന്നീട് അത് ട്രോളാണെന്ന് തെളിഞ്ഞെങ്കിലും അവിടെ തുടങ്ങിയ അപമാനം ഇപ്പോഴും തുടരുന്നു. കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴയെ കൊണ്ടുപോയി ഒഴുക്കാം. കേരളം അതിമനോഹരം, ഇവിടം വിട്ടുപോകാൻ തോന്നുന്നില്ല എന്ന തലക്കെട്ടോടെ കേരള ടൂറിസത്തിന്റെ സമൂഹ മാധ്യമ പേജുകളിലും F-35B എത്തി. കേരളത്തിന്റെ വകയായി ഒരു ആയുർവേദ തിരുമലും പിഴിച്ചിലും നടത്തി അവസാനം F-35B ആകാശത്തേക്ക് പറക്കുന്നിടത്ത് പടം ഫിനിഷാണെന്നാണ് ആശംസ. പിന്നെ ഒരു പൊട്ടിത്തെറിയല്ല, മുഖം പൊത്തി അടിയാണ് വേണ്ട. ഇനി ഒരു രഹസ്യമില്ല, ഞാൻ എന്റെ അടിത്തറ ഇളകി നിൽക്കുക. എന്റെ ജോലിയും പോയ മട്ടാ. നമ്മുടെ നവകേരള ബസ് അതിന്റെ ആദ്യ ദൗത്യം പൂർത്തിയാക്കി മ്യൂസിയത്തിലേക്ക് പോയില്ല, കോഴിക്കോട് ബംഗളൂരു ട്രിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അച്ഛനാണെ സമ്മതിക്കില്ലേ? പിന്നെ സമ്മതിച്ചില്ലേ? പിന്നെ അച്ഛനല്ലേ, മൃഗമാണ് മൃഗം. ഇപ്പൊ ഓടുന്നുണ്ടോ എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് F-35Bക്ക് ഒരു കമ്പനി കൊടുക്കാൻ അങ്ങോട്ടേക്ക് അയക്കാമായിരുന്നു. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. രാവിലെ എല്ലാരും നേരത്തെ അടിച്ചോളാം, ഡ്രില്ലുള്ളതാ.